സ്വർണം. ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഐറ്റമാണ് സ്വർണം. നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട് സ്വർണ്ണവില കൂടി, സ്വർണ്ണവില ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി എങ്ങനെ സ്വർണം വാങ്ങിക്കും? 4 കൊല്ലം മുമ്പ് ഇതായിരുന്നു വില, ഇപ്പോഴത്തെ വില ഇതാണ്. അപ്പം എല്ലാവർക്കും ഈ സ്വർണ്ണവില കൂടുതലിനെ പറ്റി ചിന്തയുണ്ട്, പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക്. ഇന്ത്യയിൽ സ്വർണ്ണവില എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു ഇഷ്യൂ ആണ്, പ്രത്യേകിച്ചും പെൺമക്കളുള്ള പേരൻസിന്. പെൺമക്കൾ സാധാരണ പറയാറുണ്ട്, എനിക്ക് ഇത്ര സ്വർണം വേണം, എൻ്റെ കൂട്ടുകാർക്ക് ഇത്ര കൊടുത്തു, അല്ലെങ്കിൽ മറ്റവർക്ക് ഇത്ര കൊടുത്തു, ബന്ധുക്കൾക്ക് ഇത്ര കൊടുത്തു എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കയറിപ്പോവുകയാണ്, ഇത് എന്ന് പറഞ്ഞാൽ സ്കൈ റോക്കറ്റിംഗ് ആണ്. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഇത്ര വോളറ്റൈൽ ആയിരിക്കുന്നത്, ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് സ്വർണ്ണവില കൂടുന്നത്, എന്താണ് അതിന് കാരണം, ഇന്ത്യയിൽ എങ്ങനെയാണ് സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും അടുത്ത വീഡിയോകൾ വരും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഈ സ്വർണം എന്തുകൊണ്ടാണ് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആകാൻ കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. ഇതുപോലത്തെ സ്കേഴ്സ് റിസോഴ്സാണ് അല്ലേ, അതായത് അധികം കിട്ടാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സ്വർണത്തിൻ്റെ റിസോഴ്സ് അല്ലെങ്കിൽ എത്രത്തോളം സ്വർണ്ണം ഉണ്ടെന്നുള്ള ലിമിറ്റഡ് ആണ്. ഇനി പുതിയ പുതിയ സ്വർണ്ണം എടുക്കണമെങ്കിൽ കൂടുതൽ ലേബറും മറ്റു കാര്യമൊക്കെ വേണം. എന്ന് വെച്ചാൽ കൂടുതൽ ഡീപ്പായിട്ട് പോയാൽ ഇതൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടും. പിന്നെ ഇത് വളരെ ഗ്ലിറ്ററിങ് ആണ്, കാണാൻ സുന്ദരമാണ്, ഗ്ലിറ്ററിങ് ആണ്, അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് പെൺകുട്ടികൾക്കും ഇല്ലെങ്കിൽ മറ്റു പലർക്കും ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലോഹമാണ്. പിന്നെ ഇത് വലിച്ചു നീട്ടാം, അതുപോലെ പരത്തിയെടുക്കാം, പണിയാൻ വളരെ എളുപ്പമാണ്, ആഭരണങ്ങൾ പണിയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ജുവലേഴ്സിനൊക്കെ ഇത് വളരെ താല്പര്യമുള്ളതാണ്. പിന്നെ ഇത് നോൺ റിയാക്റ്റീവാണ്, മറ്റ് കെമിക്കൽസുമായിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക മൂലകങ്ങളുമായിട്ടോ ഒന്നും റിയാക്ട് ചെയ്യില്ല. പിന്നെ നോൺ ടോക്സിക്കും കൂടാണ്. ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ട്. അപ്പം ഇതൊക്കെ സ്വർണത്തിൻ്റെ ആ മാറ്റുകൂട്ടുന്നെങ്കിൽ വില കൂട്ടുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് സ്വർണ്ണവിലയുടെ ട്രെൻഡ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് സ്വർണ്ണവില എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ്, നേരത്തെ എന്തായിരുന്നു വില, ഇപ്പോഴെന്താണ് വില, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് നോക്കുന്നതിന് വേണ്ടി നമ്മൾ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കാം. ഗോൾഡിൻ്റെ പ്രൈസ് ട്രെൻഡ് നോക്കാനായിട്ട് നമ്മൾ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ സൈറ്റിലൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ 3 കൊല്ലത്തെ പ്രൈസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 10 കൊല്ലത്തെ കാണാം. ഓക്കെ, 10 കൊല്ലത്തെ പ്രൈസിന് 10 കൊല്ലത്തെ പ്രൈസ് കാണിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കറിയാം പ്രൈസ് എങ്ങനെ പോകുന്നു. നമുക്ക് 3 കൊല്ലത്തെ എടുക്കാം. 3 കൊല്ലത്തെ പ്രൈസ് നമ്മൾ എടുത്തു കഴിയുമ്പം നമുക്ക് നോക്കാം. ഏപ്രിൽ 19, 2022 പ്രൈസ് ഒരു ഔൺസിന്, ട്രോയ് ഔൺസിലാണ് ഇൻ്റർനാഷണൽ പ്രൈസ് പറയുന്നത്. ഒരു ട്രോയ് ഔൺസ് എന്ന് പറയുമ്പോൾ 31.1035, അതായത് 31.1035 ഗ്രാംസ് ആണ് ഒരു ട്രോയ് ഔൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റിലാണ് പറയുന്നത്. 24 ക്യാരറ്റ് എന്ന് പറയുമ്പം 99.5% പ്യുവർ ഗോൾഡാണ്. അത് 22 ക്യാരറ്റിലേക്ക് കൺവേർട്ട് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം 24 ക്യാരറ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പം അത് വർക്കബിലിറ്റി ഇല്ല, അപ്പം അത് പെട്ടെന്ന് വളഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പല അലോയ്സ് മിക്സ് ചെയ്ത് 91.67% പ്യുവർ ഗോൾഡ് ആക്കിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 2 പ്രൈസർ കാണിക്കുന്നുണ്ട്. പിന്നെ US ഡോളർ പ്രൈസും ഇന്ത്യൻ പ്രൈസും കാണിക്കുന്നു. ഇത് 24 ക്യാരറ്റിൻ്റെ പ്രൈസാണ്. നമ്മൾ 22 ക്യാരറ്റിൻ്റെ പ്രൈസ് കാണണമെങ്കിൽ അതിന് 91.6 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ 31.1035 ഗ്രാംസിൻ്റെ പ്രൈസാണ് കാണിക്കുന്നത്. ഇതിൽ നിന്നും ഈ പറയുന്ന പ്രൈസിനെ നമ്മൾ 22/24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ 31.1035 കൊണ്ട് ഡിവൈഡും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെർ ഗ്രാം പ്രൈസ് കിട്ടും.
ഓക്കെ, അതായത് അതിനെ 22 ക്യാരറ്റ് ആക്കി 24 ക്യാരറ്റിൻ്റെ പ്രൈസിനെ 22 ക്യാരറ്റ് ആക്കി. അപ്പം നമുക്ക് കിട്ടുന്നത് ഒരു ട്രോയ് ഔൺസ് 22 ക്യാരറ്റ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പെർ ഗ്രാം പ്രൈസ് കാണുക. ഓക്കെ, ആ പെർ ഗ്രാം പ്രൈസിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 പവൻ്റെ വില കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിലയാണ്. അപ്പോൾ ഇത് നമുക്ക് 3 കൊല്ലം മുമ്പുള്ള വില ആണ് ഈ കാണിക്കുന്നത്. ഏപ്രിൽ 19, 2022 വിലയാണ്. ഇന്നത്തെ ഈ വില ഇങ്ങനെ കയറി പോയി. ഇന്നത്തെ വില എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ വില ഏപ്രിൽ 16, 2025 വിലയാണ് ഈ പറയുന്നത്. ഇത് $3322.90, 24 ക്യാരറ്റ് ഒരു ട്രോയ് ഔൺസിൻ്റെ വിലയാണ്. അപ്പോൾ ഇന്നത്തെ വില അനുസരിച്ച് ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 66,700 സംതിങ് വരും ഈ വില. പക്ഷേ ഇതെല്ലാം നമ്മൾ മാർക്കറ്റ് വില, ഇന്നത്തെ മാർക്കറ്റ് വില അറൗണ്ട് 70,000 മുകളിലാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ കുറച്ച് പൈസ ഇതിലൂടെ ആഡ് ആവും. അതിന് പല പല കാരണങ്ങളുണ്ട്. ആഡ് ആവുന്നതിന് ഇത് ബാങ്ക് വഴിയാണ് വാങ്ങിക്കുന്നത്. ബാങ്കിൻ്റെ കമ്മീഷനും അതുപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, പിന്നെ അവരുടെ മാർജിൻ, അങ്ങനെ പല പല കാര്യങ്ങൾ ഒക്കെ ചേർത്താണ് നമ്മൾ ഇന്ത്യയിലെ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ ഡിമാൻഡും ഒക്കെ അതിനകത്ത് വരും. അവിടെ സപ്ലൈ ഡിമാൻഡ് എല്ലാം വെച്ചിട്ട് സീസണാണോ എല്ലാ കാര്യങ്ങളും വെച്ചാണ് ഇന്ത്യയിലെ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. കുറച്ച് ഒരു 10,000 രൂപയുടെ വ്യത്യാസം വരും. ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ പ്രൈസോട്ട് വ്യത്യാസം വരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ പ്രൈസ് നമുക്ക് കാണാവുന്നതാണ്. എങ്ങനെയാണ് ഇത് മാറുന്നതും കാണാറില്ല. അപ്പം ഇപ്പം നമുക്ക് ഇത് ഔൺസിൻ്റെ വിലയാണ്, ഇത് ഗ്രാമിൻ്റെ വിലയാണ്. ഗ്രാമിൻ്റെ വിലയാണ് കാണാം. ഗ്രാമിൻ്റെ വില നമുക്ക് കിട്ടും. പെർ ഗ്രാം 24 ക്യാരറ്റിൻ്റെ വില 9107.40 ആസ് ഓൺ ടുഡേ ഉള്ള വിലയാണ്. ഓക്കെ, അതുപോലെ തോലയിലെ വില കാണാം. ഒരു തോല എന്ന് പറഞ്ഞാൽ 11.66 ഗ്രാമാണ് ഒരു തോല എന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിൽ പല വെയിറ്റിലുള്ള വില നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇൻ്റർനാഷണലായിട്ട് എങ്ങനെയാണ് സ്വർണ്ണവില മാറുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഈ ലോക്കൽ പ്രൈസസ് ഇൻ്റർനാഷണൽ പ്രൈസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾഡ് പ്രൈസ് വളരെ അത് തീരുമാനിക്കപ്പെടുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സിൻ്റെ മുകളിലാണ്. അപ്പോൾ മെയിനായിട്ട് ലണ്ടനിലെയും ന്യൂയോർക്കിലെയും മാർക്കറ്റിലാണ് ഇൻ്റർനാഷണൽ പ്രൈസിൻ്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇൻ്റർനാഷണൽ പ്രൈസ് നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഒന്ന് നമ്മുടെ ബേസ് ലൈനായിട്ടുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രൈസ് തന്നെയാണ്. ആ പ്രൈസ് എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു, അത് പലതരം കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് അത് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് മറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ടാക്സസ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ലോക്കൽ ഡിമാൻഡ് സപ്ലൈ, പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ GDP ഗ്രോത്ത്, അങ്ങനെ പലതരം കാര്യങ്ങളുമായിട്ട് ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ കേസിൽ പറയുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഈവൻസ് ഉണ്ട്. നമ്മളെ ഇൻ്റർനാഷണലി പല പൊളിറ്റിക്കലായിട്ട് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ട്രംപ് എഫക്റ്റും മറ്റും നമുക്ക് ഇപ്പം എന്തെല്ലാം അറിയാമല്ലോ. അപ്പം അങ്ങനെ ഉള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ഗോൾഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഗോൾഡിൻ്റെ വില മെയിനായിട്ട് 2 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസാണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ലാ സ്ഥലങ്ങളിലും ഇൻഫ്ലേഷൻ കൂടും. കാര്യം ട്രാൻസ്പോർട്ടിങ് ചാർജും മറ്റുമെല്ലാം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങൾക്ക് വില കൂടും. നാച്ചുറലായിട്ട് ഇൻഫ്ലേഷൻ കൂടും. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അതുപോലെ സ്റ്റേബിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയും സെൻട്രൽ ബാങ്കുകൾ, അതായത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക്, അപ്പോൾ അമേരിക്കയിലും മറ്റുമൊക്കെ അവരുടെ സെൻട്രൽ ബാങ്കുകളുണ്ട്. അപ്പം സെൻട്രൽ ബാങ്കുകൾ എന്താ ചെയ്യുന്നു വെച്ചാൽ അവർ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി.
അപ്പോൾ നാച്ചുറലായിട്ട് ഗോൾഡിൻ്റെ വില കൂടും. അപ്പം ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ വിലയും അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസുമായിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോളർ കോസ്റ്റ്ലി ആകുമ്പോൾ, ഗോൾഡ് കോസ്റ്റ്ലി ആകുമ്പം ഇല്ലെങ്കിൽ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ ഡോളറിൻ്റെ വില കൂടുമ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ വില കുറയും. ഡോളർ കൂടുതൽ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വില കുറയും. ഗോൾഡിൻ്റെ വില നാച്ചുറലായിട്ട് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മറ്റുള്ള സ്ഥലങ്ങളിലും അത് അഫക്റ്റ് ചെയ്യും. അപ്പം ഈ ഇൻഫ്ലേഷൻ കൂടുന്നതും ഗോൾഡിൻ്റെ വില കൂടുന്നതുമായിട്ട് ശരിയായ റിലേഷൻസ് ഉണ്ട്. ഡോളർ സ്റ്റേബിൾ ആവുന്നതും അല്ലെങ്കിൽ കോസ്റ്റ്ലി ആവുന്നതും ഓക്കെ ഗോൾഡിൻ്റെ വിലയും ഇൻവേഴ്സ് റിലേഷനാണ്. ഈ ഗോൾഡിൻ്റെ വില ഇൻ്റർനാഷണലി കൂടാനായിട്ട് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ US ഡോളർ പ്രിൻ്റ് ചെയ്യുന്നതാണ്, ആവശ്യത്തിലുള്ള പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്ലെസ് പ്രിൻറ്റിങ് ഓഫ് ഡോളർ ഒരു കാരണമാണ്. അപ്പോൾ ഇങ്ങനെ ഡോളർ പ്രിൻ്റ് ചെയ്യുമ്പം വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടും. എന്ന് പറഞ്ഞാൽ ഡോളർ കൂടുതൽ വരുമ്പോഴത്തേക്ക് എല്ലാ കൺട്രികളിലും അത് അഫക്റ്റ് ചെയ്യും. കാര്യം എല്ലാ കൺട്രികളും ഡോളറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിൽ. അപ്പം ഇപ്പം ചൈന കുറച്ച് എമൗണ്ട് അമേരിക്കൻ ട്രഷറി ബോണ്ടിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ടെങ്കിൽ ഡോളറിൻ്റെ വില മാറ്റിക്കഴിഞ്ഞാൽ ഇത് ആയിക്കഴിയുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ടേ അവർക്ക് കിട്ടുകയുള്ളൂ. കമ്പാരിറ്റീവ്ലി അവർക്ക് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ കൂടും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് റെക്ലെസ് ആയിട്ടുള്ള ഡോളർ പ്രിൻറ്റിങ് മറ്റെല്ലാ കൺട്രികളുടെയും എക്കോണമിയെ അഫക്റ്റ് ചെയ്യും, അവരുടെ GDP. പക്ഷെ ഗോൾഡ് അങ്ങനെയല്ല. ഗോൾഡ് തോന്നുന്നില്ല ആർക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല, തോന്നുന്നില്ല മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ സപ്ലൈ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പല കൺട്രികളും ഗോൾഡിലേക്ക് റിസർവ് മാറ്റാൻ തുടങ്ങി. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മിക്കവാറും കൺട്രികളെല്ലാം റിസർവ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സെക്യൂരിറ്റി ബോണ്ടുകളിലും മറ്റുമാണ് ഇവരെല്ലാം പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, മിക്കവാറും എല്ലാ കൺട്രികളും. പക്ഷേ രണ്ട് കാരണങ്ങൾ അതിനകത്തുണ്ടായി. ഇതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു കേസുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ കേസിൽ, രണ്ടാമത്തെ കേസുണ്ട് റഷ്യയുടെ കേസിൽ. അപ്പോൾ യുക്രൈനെതിരായിട്ടുള്ള സാങ്ഷൻ എന്ന രീതിയിൽ റഷ്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ബ്ലോക്ക് ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരുടെ പൈസ, അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ ബ്ലോക്കായി. ഇത് മറ്റു രാജ്യങ്ങളും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡോളർ അമേരിക്കൻ ട്രഷറിയിലാണ്. അപ്പോൾ ട്രഷറി ബോണ്ടും മറ്റും ആകുമ്പോഴത്തേക്ക് അത് ഗവൺമെൻറ് കൺട്രോളിലാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യുകയോ മറ്റു ചെയ്യാൻ പറ്റും. അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് ഈ പ്രിൻറ്റിങ്ങും മറ്റും കൂടുതൽ, നോട്ട് പ്രിൻറ്റിങ്ങും മറ്റും കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എല്ലാ കൺട്രികളുടെയും സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ ഗോൾഡ് റിസർവ് സംഭരിക്കാൻ ശ്രമിക്കും. അത് ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂട്ടും. അതും പ്രൈസ് കൂടാനൊരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് അത് ക്രാഷ് ആവാൻ തുടങ്ങിയതാണ്. റിയൽ എസ്റ്റേറ്റിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ചിലവില്ലാതെ വന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബൂം ആവുന്നില്ല എന്ന കണ്ടീഷൻ വന്നു. സ്റ്റോക്ക് മാർക്കറ്റും വളരെയധികം ഒന്നും ബൂം ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ കണ്ടീഷൻ വന്നപ്പം അവരുടെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നാച്ചുറലായിട്ട് ഗോൾഡിലേക്ക് തിരിഞ്ഞു. അപ്പം ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടി. ഇന്ത്യയിലും അതുപോലെ തന്നെ ഫെസ്റ്റീവ് സീസൺസും മറ്റും വരുമ്പോഴത്തേക്ക് ഡിമാൻഡ് കൂടും, വളരെയധികം കൂടും. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ അതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ ഉദ്ദേശിച്ച് 21,000 ടൺ മെട്രിക് ടൺ സ്വർണ്ണം ഇരിപ്പുണ്ട്. ഇത് US-ൻ്റെയും ജർമ്മനിയുടെയും ഇറ്റലി, ഫ്രാൻസ്, റഷ്യ എല്ലാം കൂടെ ചേർത്താൽ അവിടെയുള്ള സെൻട്രൽ ബാങ്കിൻ്റെ കയറിയിരിക്കുന്നത് റിസർവിനൊക്കെ കൂടുതലാണ് നമ്മുടെ വീടുകളിൽ മാത്രം ഇരിക്കുന്ന സ്വർണ്ണം.
മാത്രമല്ല ഇന്ത്യയിൽ പെർ ക്യാപിറ്റ ഇൻകം കൂടാൻ തുടങ്ങി. പെർ ക്യാപിറ്റ ഇൻകം കൂടിയപ്പോൾ നാച്ചുറലായിട്ട് കൺസംഷൻ കൂടി. ഓക്കെ, ഇത് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുക. ഇപ്പം ബാങ്ക് ഇൻട്രസ്റ്റുകൾ കൂടുവാണെങ്കിൽ നാച്ചുറലായിട്ട് സ്വർണത്തിന് ഡിമാൻഡ് കുറയും. ഇൻട്രസ്റ്റ് കുറയുവാണെങ്കിൽ അത് റിവേഴ്സ് എഫക്റ്റ് വരും. ഇൻട്രസ്റ്റ് കുറയുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടും. ഇന്ത്യയിലെ കൺസ്യൂമർ ബിഹേവിയറിന് സ്വർണത്തിൻ്റെ വിലയുമായിട്ട് വലിയ ബന്ധം വരുന്നില്ല. അവരിവിടെ ഫെസ്റ്റീവ് സീസണും ഇല്ലെങ്കിൽ മാരേജ് സീസണും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് വില കൂടിയാലും എല്ലാവരും അത് ഈ പതി വാങ്ങിക്കാറുണ്ട്. അപ്പം ചൈനയിലെയും ഇന്ത്യയിലെയും കൺസംഷൻ ഒരു വലിയ ഫാക്ടറാണ് ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടാനായി. മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഒരു നെഗറ്റീവ് റിലേഷനാണ് ഗോൾഡിന് സാധാരണഗതിയിലുള്ളത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡിന് വില കൂടും. ഗോൾഡിന് വില കൂടുമ്പം സ്റ്റോക്ക് മാർക്കറ്റ് ബൂം ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൻ്റെ വില കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഗോൾഡിൻ്റെ വില അതിൻ്റെ ഡിമാൻഡിനെ ഇൻ്റർനാഷണൽ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇൻ്റർനാഷണൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്ക്, ഞാൻ പറഞ്ഞത് ഇൻഫ്ലേഷൻ ഒക്കെ കൂടുമ്പോൾ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഡിമാൻഡുണ്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡ്സ് എന്ന് പറയും. അതൊരു ഇൻവെസ്റ്റർ ഡിമാൻഡുണ്ട്. അപ്പം ഇൻവെസ്റ്റേഴ്സ് ഒരു സേഫ് ഹാവനായിട്ട് കണക്കാക്കി ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കണക്കിൽ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടുന്നു, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതൊരു കൺസ്യൂമർ ഡിമാൻഡ്, ഞാൻ പറഞ്ഞു ചൈനയിലും ഇന്ത്യയിലും ഒക്കെ കൺസ്യൂമർ പാറ്റേണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കൺസ്യൂമർ ഡിമാൻഡ്, ഇനി ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഉണ്ട്. ഇതൊന്നും കൂടെ ഇൻഡസ്ട്രിയിൽ ഗോൾഡ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ, നമ്മൾ ചിപ്സും മറ്റും ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ പലരും കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾഡാണ്. പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്, പല ചിപ്സിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പല യൂസുകളുണ്ട് ഗോൾഡിന്. ഇത് മാത്രമല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഉണ്ട്, ഇതിനൊക്കെ ഗോൾഡ് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞു ബാങ്കുകളും മറ്റും ഹെഡ്ജ് ചെയ്യുമെന്ന് പറഞ്ഞു, ഗോൾഡ് ഹെഡ്ജ് ചെയ്യുന്നുണ്ട് അവരൊരു സ്റ്റേബിൾ റിസർവ് എന്ന രീതിയിൽ. ഇതൊന്നും കൂടാതെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞൊരു വാറും മറ്റും വരുവാണെങ്കിൽ വ്യത്യാസം വരുന്നു. അപ്പം എക്കണോമിക് കണ്ടീഷൻസ് മാറി, ഡോളറിൻ്റെ വില മാറി, ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഗോൾഡിൻ്റെ വിലയെ. ഈ പൊളിറ്റിക്കൽ കണ്ടീഷൻസും മറ്റുമെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഭരണം മാറിയപ്പോഴത്തേക്ക് ശരിക്കും ഗോൾഡിൻ്റെ വിലയെ അത് വളരെയധികം അഫക്റ്റ് ചെയ്തു. ഈ പറയുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കൂടുന്ന കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് അത് വളരെയധികം അഫക്റ്റ് ചെയ്തു. ചൈന താരിഫ് കൂട്ടി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാറ് എന്ന് പറഞ്ഞാൽ ഒരു ജിയോ പൊളിറ്റിക്കൽ വാറ് തന്നെ, അവർ തമ്മിൽ ഒരു വാറുണ്ടായി. അത് കൂടാതെ ഒരു ശരിക്കൊരു വാറ് വരുവാണെങ്കിൽ, ഇപ്പം നമ്മൾ യുക്രൈനിലെ യുക്രൈൻ വാർ, അതെല്ലാം ഇതിനെ വളരെയധികം പല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് US ഡോളർ എക്സ്ചേഞ്ച് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് വളരെയധികം. കാര്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് കൂടുതൽ ആയിട്ട് നമ്മൾ ഈ സ്വർണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഗ്ലോബലി ഒരു വിലയുണ്ട്. നമ്മൾ പറഞ്ഞു ഗ്ലോബൽ പല കാരണങ്ങൾ കൊണ്ട് വില മാറാം. ആ വില അനുസരിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ബാങ്കുകൾ എവിടെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ബാങ്കുകൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ബാങ്ക് ഒരു ചാർജ് അതിന് മുകളിൽ എടുക്കാറുണ്ട്. ഒരു 0.2% ചാർജ് അവർ അതിന് മുകളിൽ എടുക്കും. അപ്പം ബാങ്ക് ചാർജ് വരും. പിന്നെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് വരും. എത്ര ഡോളർ ആണെങ്കിൽ ആ ഡോളറിനെ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ വരുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വരും. എക്സൈസിന് ഇമ്പോർട്ട് ഡ്യൂട്ടി വരും. ഇതെല്ലാം അതിനകത്ത് വന്ന് കയറുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡ്സ്, അതുപോലെ ഇൻ്റർനാഷണൽ ഗോൾഡ് റേറ്റ്സ്, ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു അതിനെ ഈ പറഞ്ഞ അഫക്റ്റ് ചെയ്യും. ഡൊമസ്റ്റിക് ഡിമാൻഡ്, നമ്മളൊരു ഡിമാൻഡിൻ്റെ ഒരു കേസുണ്ട്. ഡിമാൻഡ് അനുസരിച്ചും വിലയിൽ വ്യത്യാസം വരാം. പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി, അതുപോലെ ഗവൺമെൻറ് പോളിസീസ്, ഇതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യാം, ഇന്ത്യയിലെ പ്രൈസിനെ അഫക്റ്റ്. നേരത്തെ പറഞ്ഞു ഇൻ്റർനാഷണലി ട്രോയ് ഔൺസിലാണ് സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞാൽ 31.1035 ഗ്രാംസ് ആണ്. അപ്പോൾ ഇന്ത്യയിലാണ് ക്യാരറ്റിലാണ്. അപ്പോൾ ക്യാരറ്റ് അതിൻ്റെ ശുദ്ധതയെ ബേസ് ചെയ്താണ്. അപ്പോൾ 99.5% പ്യുവർ ഗോൾഡാണ് ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞത്. 22 ക്യാരറ്റ് ആകുമ്പോൾ 91.67% ശുദ്ധതയുള്ള സ്വർണ്ണമാണ്. ഒരു
നമുക്ക് 22 ക്യാരറ്റ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 24 ക്യാരറ്റ് ആകുമ്പോൾ അത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അതിൻ്റെ സ്ട്രെങ്ത്തും കുറവായിരിക്കും, വളഞ്ഞു പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 22 ക്യാരറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചില അലോയ്സ് മിക്സ് ചെയ്താണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഉത്സവ സീസണും അതുപോലെ വിവാഹ സീസണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങിക്കാൻ ശ്രമിക്കും. അപ്പം സ്വർണത്തിൻ്റെ വില കൂടും. അതുപോലെ ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വർണത്തിൻ്റെ വില കുറയും. അതുപോലെ ബാങ്ക് പലിശ നിരക്ക് അത് ഇൻട്രസ്റ്റ് കൂടുമ്പോഴും സ്വർണ്ണ വില കുറയും. ഇത് മാത്രമല്ല മെയിൻ ഇൻഫ്ലേഷൻ, അതിൽ GDP-യുടെ വളർച്ച എല്ലാം സ്വർണ്ണ വിലയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഈ വില എന്ന് പറയുന്നത് ഇന്ത്യയിലെ വില ഗ്ലോബൽ കണ്ടീഷനിലും ലോക്കൽ കണ്ടീഷനിലും എല്ലാം വില ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആരാണ് ഇന്ത്യയിലെ വില നിശ്ചയിക്കുന്നത്, എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യയിൽ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ IBJ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ടുള്ള ബുള്ളിയൻ ട്രേഡേഴ്സ് എല്ലാം അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു അസോസിയേഷനാണിത്. അപ്പോൾ ഇവർ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താണ് ഇന്ത്യയിലെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് വരാം, ബാങ്ക് ട്രാൻസാക്ഷൻ റേറ്റ്, ഞാൻ പറഞ്ഞു 0.2% ബാങ്കുകൾ ചാർജ് ചെയ്യും, ബാങ്കാണ് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഇമ്പോർട്ടൻ്റ് എക്സൈസ് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അതുപോലെ അവരുടെ പ്രോഫിറ്റ് ആഡ് ചെയ്യും. അതുപോലെ കറൻസി ഫ്ലക്ച്വേഷൻസിൻ്റെ ആ ഒരു ഫാക്ടർ കൂടെ അതിനകത്ത് വരും. അപ്പം മാത്രമല്ല ഡിമാൻഡ്, ലോക്കൽ ഡിമാൻഡും ഒക്കെ അതിനകത്ത് വരാം, സീസണൽ ഡിമാൻഡൊക്കെ അതിനകത്ത് വരാം. ഇതെല്ലാം വെച്ചാണ് ഇവരാണ് ഫൈനലായിട്ടത് നിശ്ചയിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലെ സ്വർണത്തിൻ്റെ വില എങ്ങനെ നിശ്ചയിക്കപ്പെടും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റിൽ നിന്നും സ്വർണം വാങ്ങിക്കുമ്പം ആ പ്രൈസ്, ഇന്റർനാഷണൽ പ്രൈസ് പല ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ കാരണം അതിനെ ഈ പറഞ്ഞ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ. അപ്പോൾ അത് ക്രൂഡ് പ്രൈസ് ആവാം, ഇൻഫ്ലേഷൻ ആവാം, സെൻട്രൽ ബാങ്കുകളുടെ ഗോൾഡ് റിസർവ് കൂട്ടുന്നതാവാം, ഗോൾഡ് സപ്ലൈ ഡിമാൻഡ് അവിടുത്തെ, അതുപോലെ ഗ്ലോബൽ എക്കോണമി, ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, അങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന് ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനും ഒക്കെ ചേർന്ന് ഇത് ഒരു ഇന്റർനാഷണൽ പ്രൈസ് അത് ഫിക്സ് ചെയ്യപ്പെടുന്നു. അപ്പം നമ്മുടെ ബാങ്കുകൾ അവിടുന്ന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ചാർജസും അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, അതുപോലെ എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ ലോക്കൽ ഡിമാൻഡ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഗവൺമെൻറ് പോളിസി, ഇതെല്ലാം ഇതിനെ ഈ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രൈസ് ഫൈനലൈസ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ഗോൾഡ് ബാങ്കുകൾ വാങ്ങിക്കുന്നു. അത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബാങ്ക് ചാർജസ് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ എന്നിട്ട് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ബുള്ളിയൻ ഡീലേഴ്സിന് ബാങ്ക് വഴി കൊടുക്കുന്നു. അപ്പോൾ അവരതിൻ്റെ കൂടെ അവരുടെ മാർജിനും കോസ്റ്റും ഒക്കെ ആഡ് ചെയ്യും. ഈ ഇന്ത്യൻ ബുള്ളിയൻ ജുവലേഴ്സ് അസോസിയേഷൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ 10 വലിയ ഗോൾഡ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബൈ ആൻഡ് സെൽ കോഡ്സ് വാങ്ങിക്കും. അതിന് ആവറേജ് എടുക്കും. അതിൻ്റെ കൂടെ ടാക്സസ് ആഡ് ചെയ്ത് പ്രൈസ് ഫിക്സ് ചെയ്യും. ഇതാണ് എൻ്റെ പ്രോസസ്സ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇന്റർനാഷണലി വാങ്ങിച്ച സ്വർണം ഇന്ത്യയിൽ വരുമ്പോഴുള്ള വില എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ വിലയല്ല നിങ്ങൾ കടയിൽ ആഭരണം വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യപ്പെടുന്ന എമൗണ്ട്. ആ എമൗണ്ട് എങ്ങനെ ഫിക്സ് ചെയ്യുന്നു? അപ്പോൾ അതിൻ്റെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ വേസ്റ്റേജ് ചാർജസ് ആഡ് ചെയ്യുന്നത്. വേസ്റ്റേജ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അലോയ്സ് ആഡ് ചെയ്യണം. 24 ക്യാരറ്റ് അല്ല 22 ക്യാരറ്റാണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഗോൾഡിൻ്റെ വേസ്റ്റേജ്, അതിൻ്റെ അലോയ്സിൻ്റെ കോസ്റ്റ്, പിന്നെ ഡയമണ്ട് ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ വേസ്റ്റേജ് കോസ്റ്റൊക്കെ അതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ ഇവർക്ക് ബിസിനസ് ഓവർഹെഡ് ചാർജസ് ഉണ്ട്. അതായത് അവരുടെ സാലറി കൊടുക്കണം, അതുപോലെ സ്റ്റോർ മെയിൻ്റനൻസ്, അതുപോലെ ബ്രാൻഡിങ് ചാർജ്, പ്രൊമോഷൻ ചാർജ്, മാർക്കറ്റിംഗ് എല്ലാം അതിനകത്ത് വരും. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഗോൾഡിൻ്റെ മുകളിൽ 3% GSTയും മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞ ഒരു വാങ്ങിക്കുന്ന ചാർജിൻ്റെ കൂടെ 5% GSTയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ്. അതൊരു 15 to 20% ഈ പറയുന്ന ഗോൾഡ് റേറ്റ് ഇന്ത്യയിൽ ഫിക്സ് ചെയ്യപ്പെടുന്ന റേറ്റിനൊക്കെ കൂടുതലായിരിക്കും സാധാരണ ഒരു വാങ്ങിക്കുന്ന ജ്വല്ലറി ആയിട്ട് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഉള്ള റേറ്റ്. അതെല്ലാം നിങ്ങൾ കോയിനൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ഒരു ചെറിയൊരു എമൗണ്ട് അവർ വാങ്ങിക്കുന്നുണ്ട്. ഒരു 1000 rupees
8 ഗ്രാം അല്ലെങ്കിൽ ഗ്രാമിന് മുകളിലുള്ള ഒരു 10-200 രൂപ ഒരു വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നുണ്ട്. ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കുന്നുള്ളൂ, വലിയ എമൗണ്ട് വാങ്ങിക്കുന്നില്ല. ഇതാണ് ആ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വില ഫിക്സ് ചെയ്യപ്പെടുന്നത്, ഗോൾഡിൻ്റെ വില ഫിക്സ് ചെയ്യപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പല പല കാരണങ്ങൾ കൊണ്ട് ഗോൾഡിൻ്റെ വില മാറുന്നുണ്ട്. ഇന്റർനാഷണൽ കാര്യങ്ങൾ പലതുണ്ട്, ഇന്ത്യയിലെ പല പല കാര്യങ്ങളുണ്ട്, ഇന്ത്യയിലെ ടാക്സും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് അൾട്ടിമേറ്റ് നമ്മൾ കിട്ടുന്ന വില. ഇപ്പം നമ്മൾ വില ഇങ്ങനെ കൂടി പോവുകയാണ്. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ട്രെൻഡ് എന്ന് ഞാൻ പറഞ്ഞു. ഈ ട്രെൻഡ് ഇത്രയും വില ഇങ്ങനെ കൂടുന്ന ട്രെൻഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഗോൾഡ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പെട്ടെന്നൊന്നും താഴാനുള്ള സാധ്യതയില്ല. ഇപ്പം നിങ്ങൾ എല്ലാ ഫാക്ടറും കൺസിഡർ ചെയ്തിട്ട് തീരുമാനം എടുക്കുക. വാങ്ങിക്കണോ വേണ്ടയോ, ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന കാര്യം തീരുമാനം എടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു വില എന്തായിരുന്നു എന്ന് പറഞ്ഞു. 3 കൊല്ലം മുമ്പുള്ള വില എന്താണ്, ഇപ്പോഴത്തെ വില എന്താണെന്ന് പറഞ്ഞു. ഇപ്പം വിലയിൽ നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് വൈസ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കുക. താങ്ക് യു.